ഞാൻ എൻ്റെ ഒരുപാട് PNL ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെൻ്റെ PNL കണ്ടിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ലോസസ് ഉണ്ടല്ലോ, പ്രോഫിറ്റ്സ് കുറച്ചല്ലേ ഉള്ളൂ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആണ്. ലോസസ് ആണ് നമ്മൾ കണക്കെടുക്കുമ്പോൾ, ഓരോന്നിനെ കണക്കെടുക്കുമ്പോൾ അതിൽ ലോസസ് കൂടുതലായിരുന്നു, പ്രോഫിറ്റ്സ് കുറവുമായിരുന്നു. മീൻസ് എണ്ണം, അല്ലാതെ എമൗണ്ട് അല്ല, എണ്ണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത്രയും ലോസ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറയുന്നത് ദ ഗെയിം ഓഫ് പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡ്സും പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. ഒരിക്കലും നമുക്ക് എല്ലാ ട്രേഡ്സും പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലും ആരും ചെയ്യുന്നുമില്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് റിസ്ക് മാനേജ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ലോസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് രണ്ടും വരും. നമ്മളത് മനസ്സിലാക്കി വേണം ട്രേഡിങ്ങിലേക്ക് വരാൻ. അല്ലാതെ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് എനിക്ക് കോടികൾ ഉണ്ടാക്കാം, ഒരുപാട് പൈസ ഉണ്ടാക്കാം, പ്രോഫിറ്റ് മാത്രമേ വരത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡിങ്ങിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ലോസ് വരും. ആ ലോസ് നിങ്ങൾ എങ്ങനെ സഫർ ചെയ്യുന്നു, ആ ലോസ് നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ട്രേഡിങ്ങിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ സൈക്കോളജി വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ലോസ് വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പോകുന്നത് തന്നെ.